പരമ്പരാഗതമായി കൃഷി ചെയ്തെടുക്കുന്ന തദ്ദേശീയ ഫലങ്ങൾക്കൊപ്പം ഇന്ന് വിപണിയിൽ ആവശ്യക്കാരുള്ളത് വിദേശ ഫലങ്ങൾക്കാണ്. ഇത്തരത്തിൽ മലേഷ്യയിൽ നിന്നും കേരളത്തിലെത്തി വിപണിയിൽ ഇടം പിടിക്കുകയാണ് ഡുക്കോങ് എന്ന പുതുമുഖം. വിപണി മൂല്യം തിരിച്ചറിഞ്ഞ് ഡുക്കോങ് കൃഷി ചെയ്ത് 100 മേനി വിളവെടുത്തിരിക്കുകയാണ് പൈങ്ങോട്ടൂർ സ്വദേശികളായ ജോൺസണും ജീൻസണും. കാഴ്ചയ്ക്ക് നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പഴം, തൊലി നീക്കം ചെയ്ത് രുചിച്ചാൽ അനുഭവിക്കാനാവുക മധുരവും പുളിയും, പിന്നെ വർണ്ണിക്കാനാകാത്ത മറ്റു കുറെ രുചികളും. പറഞ്ഞു വരുന്നത് ഡുക്കോങ് എന്ന വിദേശിയായ പഴത്തെക്കുറിച്ചാണ്. പൈങ്ങോട്ടൂരിനടുത്ത് കുളപ്പുറം സ്വദേശികളായ ജോൺസന്റെയും ജിൻസന്റെയും കൃഷിയിടത്തിലാണ് മലേഷ്യൻ സ്വദേശിയായ പഴം എത്തിയിരിക്കുന്നത്. മലേഷ്യയിൽ നിന്നെത്തിച്ച തൈകൾ ഇവർ നട്ട് ഇപ്പോൾ ഫലം കായ്ച്ചിരിക്കുകയാണ്. ലാങ്സാറ്റ് കുടുംബത്തിലെ അംഗമാണ് ഡുക്കോങ്. ഡുക്കു, ലാങ്കോങ് എന്നിവയുടെ സങ്കരയിനമാണ് ഇത്. പേര് വന്നതും ഇപ്രകാരം തന്നെ. 2013 റംബൂട്ടാൻ കൃഷി ആരംഭിച്ചവരാണ് ജോൺസണും ജിൻസണും. മർച്ചന്റ് നേവിയിൽ ജോലിക്കിടെ സിംഗപ്പൂരിൽ നിന്നുമൊരിക്കൽ ഇതിന്റെ പഴം രുചിച്ചു നോക്കിയതിനെ തുടർന്നാണ് ജോൺസൺ നാട്ടിലേക്ക് ഇതിന്റെ തൈ എത്തിച്ചത്. നമ്മൾ ഈ തൈ എത്തിച്ചത് തായ്ലൻഡിൽ നിന്നാണ് എത്തിച്ചത്. ഒരു 2018 മുതൽ നമ്മൾ ഈ കൃഷി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു 2022 ആയപ്പോഴത്തേക്ക് നമുക്ക് ഫ്രൂട്ട് വന്ന് തുടങ്ങി. ഇപ്പം അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. ഒരു 130 to 150 മരങ്ങൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഫ്രൂട്ട് റംബൂട്ടാൻ മാതിരി മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. ഒരു വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. 7 വർഷം മുൻപാണ് മലേഷ്യയിൽ നിന്നും ഇവയുടെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് എത്തിച്ചത്. ഇപ്പോൾ ഇവ വലിയ മരങ്ങളായി ധാരാളം പഴങ്ങൾ കായ്ക്കുന്നു. 2000 രൂപയോളം ഒരു തൈക്ക് വില വന്നു. 7 വർഷം പ്രായമായ മരങ്ങളിൽ നിന്നും 80 കിലോ വരെ പഴങ്ങൾ ലഭിച്ചു. വിപണിയിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ധാരാളം ആവശ്യക്കാർ പഴത്തിനും തൈകൾക്കും ഉണ്ടായി. ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇവ അനുകൂലമാണ്. ഇക്കാരണം കൊണ്ട് തന്നെ വിപണിയിൽ മികച്ച സാധ്യതകളാണ് ഡുക്കോങ്ങിന്റെ മുന്നിലുള്ളത്. ഫ്രൂട്ട് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് സെയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ലാങ്സാറ്റ് എന്നൊരു ഫ്രൂട്ട് ഇതിൻ്റെ തന്നെ ഇതിൽ ഫാമിലിപ്പെട്ടൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നുണ്ട്. അതിന് ചില ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നുണ്ട്. ആളുകൾ ആ ഒരു ഇത് ഡിഫറെൻറ്റ് ഫ്രൂട്ടാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ലാർജ് സ്കെയിലിൽ ബൈ ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ സാമ്പിൾ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ കറിയുണ്ടോ ഇല്ലയോ, കുരുവിന് കയ്പുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തായിരുന്നു മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.